പിന്നിൽ കാണുന്നത് പ്രവർത്തിക്കുന്ന ക്രെയിനൊന്നുമല്ല. പണ്ട് ഇവിടെ റോഡ് നിർമ്മാണത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ്. എന്നാൽ ഇത്ര നാളായി തുരുമ്പെടുത്തിട്ടും അധികാരികൾ ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. കൊച്ചി മെട്രോ നിർമ്മാണത്തിനായി ഒരു പതിറ്റാണ്ട് മുൻപാണ് ക്രെയിൻ വൈറ്റിലയിൽ കൊണ്ടുവന്നത്. നിർമ്മാണത്തിനിടെ ക്രെയിൻ തകരാറായി. മെട്രോ നിർമ്മാണം പൂർത്തിയായി മറ്റ് സാമഗ്രികളെല്ലാം കൊണ്ടുപോയെങ്കിലും ക്രെയിൻ വൈറ്റിലയിൽ തന്നെ ഉപേക്ഷിക്കുകയായിരുന്നു. വെയിലും മഴയും കൊണ്ട് ക്രെയിൻ തുരുമ്പെടുത്ത് ദ്രവിച്ചു. കൂറ്റൻ ക്രെയിൻ പൊട്ടി വീണാൽ അത് പതിക്കുക താഴെ സിഗ്നൽ കാത്തു നിൽക്കുന്നവർക്ക് മുകളിലേക്കായിരിക്കും. വൈറ്റില ഹബ്ബിൽ നിന്നും നൂറുകണക്കിന് വാഹനങ്ങൾ വരുന്ന കണിയാമ്പുഴ റോഡിലാണ് ഈ മരണ ക്രെയിൻ ഭീഷണി ഉയർത്തുന്നത്. കുറെ നാളായി ഇങ്ങനെ ഇവിടെ നിൽക്കണത്. ഞങ്ങളെ പേടിച്ചാണ് പോണത്. ഞങ്ങൾ സൈഡ് സിഗ്നലിൽ കിടക്കുമ്പോ ഇത് കുറെ നാളായി ഇങ്ങനെ തുരുമ്പെടുത്ത് ഇങ്ങനെ വീഴോന്നില്ലെന്ന് പേടിയിലാണ് ഞങ്ങളും. അപ്പൊ ഇത് മാറ്റുകയാണെങ്കിൽ വളരെ കുറെ അപകടം ഒഴിവാക്കാം. ERA കൺസ്ട്രക്ഷൻസ് എന്ന കരാർ കമ്പനിയുടേതാണ് ക്രെയിൻ. വൈറ്റില ജംഗ്ഷനിൽ നിന്ന് ക്രെയിൻ കൊണ്ടുപോകണമെന്ന് പലതവണ ആവശ്യപ്പെട്ടെങ്കിലും യാതൊരു നടപടിയുമില്ല. അധികൃതർ ഇടപെട്ട് ക്രെയിൻ എത്രയും വേഗം ഇവിടെ നിന്ന് മാറ്റണമെന്നാണ് സഞ്ചാരികളുടെ ആവശ്യം. വിദേശ സഞ്ചാരികളടക്കം നിരവധി പേർ യാത്ര ചെയ്യുന്ന വൈറ്റിലയിൽ ഈ മെയ്റ്റ് എന്ന ക്രെയിൻ ഒരു ഭീഷണിയായി തന്നെ തുടരുന്നു. കൊച്ചിയിൽ നിന്നും ക്യാമറ പേഴ്സൺ ജെറിയോടൊപ്പം ഇസ്സത്ത് സുൽഫിക്കർ, ന്യൂസ് മലയാളം.